ഹായ് ഓൾ, എല്ലാവർക്കും എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC ചോദിച്ചുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹8,000 അറ്റ് 10% പെർ ആനം ഫോർ 2 years. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹8,000, 8,000 രൂപയ്ക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടി 8,000, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടി 10% പെർ ആനം ഫോർ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണെന്ന് നിൽക്കുന്നത്? നമ്പർ ഓഫ് ഇയേഴ്സ് 2, ആൻസർ 2 years അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു, ഇത് ചെയ്യാനുള്ളൊരു ഷോർട്ട് കട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളൊരു കോഡൊക്കെ വെച്ച് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതും ചെയ്യാനായിട്ട് വേറൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് രണ്ടും ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ചേ, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹8,000 അറ്റ് 10% പെർ ആനം ഫോർ 2 years എന്നല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളൊരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം. നമ്മൾ ആദ്യം ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് കാണാൻ പോവാം. ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയാമോ? 8,000 ആണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%, 8,000 പ്രിൻസിപ്പൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 8,000ൻ്റെ 10%. അപ്പോൾ 8,000ൻ്റെ 10% എത്രയാണ്? 10% കാണാൻ വേണ്ടി 10 കൊണ്ട് ഹരിച്ചാൽ മതി. ഓർത്ത് വെച്ചോണം, ഒരു സംഖ്യയുടെ 10% കാണാൻ വേണ്ടി 10 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 8,000ൻ്റെ 10% എത്രയാണ്? 800. ഇതാണ് ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ്. സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? പ്ലസ് ഇട്ടിട്ട് ഈ 800 ആദ്യം കിട്ടിയ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് ഒന്നും കൂടെ എഴുതുക. 800 പ്ലസ് ഈ 800ൻ്റെ മാത്രം 10% എടുക്കുക. 800ൻ്റെ 10% എത്ര? 800ൻ്റെ 10% കാണാൻ വേണ്ടി 10 കൊണ്ട് ഹരിച്ചാൽ 80. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 80. അപ്പോൾ നോക്കിക്കേ, 800 പ്ലസ് 80 എത്ര കിട്ടി? 1,680. ഇതായിരിക്കും 2 വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് 8,000 ആണ് നമ്മുടെ എമൗണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%, 2 yearsലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 8,000ൻ്റെ 10% എടുക്കുക. 8,000ൻ്റെ 10% എത്ര? 800. സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടി ഈ 800 പ്ലസ് പിന്നെ 800ൻ്റെ 10% കൂടെ എടുത്താൽ മതി. 800 പ്ലസ് 800ൻ്റെ 10% എത്ര? 80. കൂട്ടുമ്പോൾ 1,680 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഇത് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് 2 വർഷത്തെ ഇൻട്രസ്റ്റ് കാണാനാണെങ്കിൽ നമ്മൾ 21 എന്നൊരു കോഡ് എടുക്കും. 3 വർഷത്തെ ഇൻട്രസ്റ്റ് കാണാനാണെങ്കിൽ നമ്മൾ 331 എന്ന കോഡ് എടുക്കും. 4 വർഷത്തെ ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടി 4641 എന്നും പറഞ്ഞൊരു കോഡുണ്ട്. ഈ കോഡ് നമ്മൾ ഓർത്ത് വെച്ച് നമുക്ക് എളുപ്പത്തിന് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. 8,000ൻ്റെ 10% അല്ലേ? 2 വർഷത്തേക്കല്ലേ? അപ്പോൾ 2 തവണയാണ് നമ്മൾ ചെയ്യേണ്ടത്. 2 തവണ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത്? 8,000ൻ്റെ 10% എടുക്കുക. എത്ര കിട്ടും? 800. ഈ 800ൻ്റെ 10% എത്ര? 80. ഇങ്ങനെ എഴുതുക. ആദ്യം നമ്മൾ 8,000ൻ്റെ 10% എടുക്കുക. അവിടെ 8,000 നമുക്ക് ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ 8,000ൻ്റെ 10% 800, പിന്നെ 800ൻ്റെ 10% 80. ഇനി 2 വർഷമായതുകൊണ്ട് 21 എന്ന കോഡ് എടുക്കുക. അപ്പോൾ ഇൻറ്റു 2 എടുക്കുക, ഇവിടെ ഇൻറ്റു 1 എടുക്കുക. അപ്പോൾ 800 ഇൻറ്റു 2 1,600 പ്ലസ് 80 ഇൻറ്റു 1 80. എത്ര കിട്ടിയ ആൻസർ? 1,680. ഇതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: ഫൈൻഡ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹10,000 അറ്റ് 5% പെർ ആനം ഫോർ 3 years. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 10,000, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ഫോർ 3 years എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത് 2 മെത്തേഡ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളണേ. ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്താ? 10,000ൻ്റെ 5%. 10,000ൻ്റെ 5% കാണാൻ വേണ്ടി എന്താ? 10,000ൻ്റെ 10% എത്രയാ? 1000. 1000ൻ്റെ പകുതിയല്ലേ 5%. അപ്പോൾ എത്ര കിട്ടി? 500. പ്ലസ് സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് 500 പ്ലസ് 500ൻ്റെ 5%. 500ൻ്റെ 10% 50. അപ്പോൾ പകുതി 25. അപ്പോൾ 500ൻ്റെ 5% 25. അപ്പോൾ 500ൻ്റെ 10% 50 അതിൻ്റെ പകുതിയാണ് 5%, 520. അപ്പോൾ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് 525. അപ്പോൾ ഇനി തേർഡ് ഇയറിലെ ഇൻട്രസ്റ്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തേർഡ് ഇയറിലെ ഇൻട്രസ്റ്റ് കാണാൻ ഈ സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് ഫുൾ എടുക്കുക. അപ്പോൾ 525 പ്ലസ് 525ൻ്റെ 5%. 525ൻ്റെ 10% എത്രയാണ്? 52.5. 52യുടെ പകുതി എന്ന് പറയുമ്പോൾ 26.25, 26.25. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ആൻസറായി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 500 പ്ലസ് 500 1000, 1000 പ്ലസ് 500 1500, പിന്നെ 25 26.75, 76.25. എത്ര കിട്ടും? 1576.25. ഇതായിരിക്കും
3 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം പറഞ്ഞ കോഡ് ഉപയോഗിച്ചും ചെയ്യാം. കോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 2 വർഷത്തെ കോഡ് 2-1, 3 വർഷമാകുമ്പോൾ 3-3-1, 4 വർഷമാകുമ്പോൾ 4-6-4-1. അപ്പോൾ ഇവിടെ 3 വർഷം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 3 തവണ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ 10,000-ൻ്റെ 5% വെച്ച് 3 തവണ കാണുക. 10,000-ൻ്റെ 5% 500, 500-ൻ്റെ 5% 25, 25-ൻ്റെ 5% എത്ര ഇടും, 1.25. ഇനി എന്ത് ഇൻറ്റു 3, കോഡ് 3 വർഷത്തെ 3-3-1 ആയതുകൊണ്ട് ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 1. അപ്പോൾ എത്ര കിട്ടി, 1500 പ്ലസ് 25 ഇൻറ്റു 3 75 പ്ലസ് 1.25 എത്ര കിട്ടി, 1576.25, 1576.25. ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക, നന്നായി വർക്കൗട്ട് ചെയ്യുക. അടുത്ത SSC എക്സാം നമുക്ക് ഉറപ്പായിട്ടും പാസ്സാകാം. ഓക്കെ, താങ്ക് യു.